ഓട്ടുപാറ സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ വെച്ച് നടന്ന എബിൻ ഷമ്മാശന്റെ പട്ടംകൊട് ശുശ്രൂഷയിൽ നിന്ന് നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പത്തനംതിട്ട രൂപതാധ്യക്ഷൻ അഭിവന്യ സാമുവേൽ മാർ ഐറിനേസ് മെത്രാപ്പോലിത്ത തിരുമേനി, സലേഷ്യൻ സഭയുടെ ബാംഗ്ലൂർ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലച്ചൻ, വൈസ് പ്രൊവിൻഷ്യലച്ചൻ, രൂപതാ വികാരി ജനറലച്ചൻ, സന്നിഹിതരായിരിക്കുന്ന വൈദിക സഹോദരങ്ങളെ, മദർ പ്രൊവിൻഷ്യൽ, മറ്റ് സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും പ്രത്യേകമായി സ്നേഹമുള്ള എബിൻ ഷമ്മാശനും ഷമ്മാശൻ്റെ മാതാപിതാക്കൾ, മറ്റ് ബന്ധുമിത്രാദികൾ, എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ നന്മകൾ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ജനന തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പുതുവത്സരത്തിൻ്റെ എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്നത് എന്തിനാണെന്നുള്ളത് നമുക്കറിയാം. ഈ അനുഗ്രഹീതമായ ദിവസത്തിന് കാരണക്കാരനായിരിക്കുന്നത് എബിൻ എന്ന് പറയുന്ന കൊച്ചുപയ്യൻ പടിപടിയായി മാതാവിൻ്റെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ദൈവം അവനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് അറിയുകയും, ഇതാ ഞാൻ നിൻ്റെ ദാസൻ, അരുളി ചെയ്താലും എന്ന് പൂർണ്ണമായി സമർപ്പിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് പങ്കുചേരുന്നതിനു വേണ്ടി തന്നെ സമർപ്പിക്കുകയും അത് നമ്മുടെ കർത്താവ് അംഗീകരിച്ച് പരിശുദ്ധ സഭയിലൂടെ ഈ ജനസമൂഹത്തിൻ്റെ ദൈവവിശ്വാസ കൂട്ടായ്മയുടെ സാന്നിധ്യത്തിൽ കർത്താവിനായും സഭയ്ക്കായും ഇന്ന് നൽകുകയാണ്. ഈ സന്തോഷത്തിൻ്റെ ദിവസത്തിൽ തിരുവചനം നിങ്ങളോട് പങ്കുവെക്കുന്നതിന് എനിക്ക് കിട്ടിയ ഈ അവസരത്തെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. വചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വൈദികാർത്ഥി ആരാണെന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ ഇവിടെ ആയിരിക്കുന്ന ഈ കൂട്ടായ്മയിലെ എല്ലാവർക്കും അറിയാം. എന്നാൽ ഇവിടെ ഈ കൂട്ടായ്മയിലല്ലാത്ത പലരും ഇവിടെയുണ്ട്. അവരുടെ അറിവിലേക്ക് പ്രത്യേകമായി ഞാൻ സൂചിപ്പിക്കുന്നു. ഏബ്രഹാം മറിയാമ്മ ദമ്പതികളുടെ മകനായി 1989 നവംബർ 24 ജനിച്ച് ഈ പ്രദേശത്തെ വിവിധ സ്കൂളുകളിൽ തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നിറവേറ്റി കൂടുതൽ ഉന്നത ബിരുദങ്ങൾ പല മേഖലകളിലും നേടിയെടുത്തു. ഒരു ഉദ്യോഗം കരസ്ഥമാക്കി. സമയത്തിൻ്റെ കുറവുകൊണ്ട് എല്ലാം ഞാൻ അക്കമിട്ട് ഇവിടെ പറയുന്നില്ല. ഒരു ജോലി നേടി, ഒരു പക്ഷേ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലുള്ള ഒരു ജീവിത സൗകര്യം നേടിയെടുത്ത് പോകുമ്പോഴും താൻ എന്താണ്, എന്തിനു വേണ്ടിയാണ്, എന്താണ് ദൈവം തന്നിലൂടെ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ധ്യാനിക്കുന്ന ഒരു പ്രത്യേകമായ ദൈവകൃപ
ഈ മകനിലേക്ക് കടന്നു വരികയാണ്. നിരന്തരമായി ഒരു മാസത്തോളം കാലം പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ഹിതത്തെ തിരിച്ചറിയാൻ പരിശ്രമിച്ചു. പരിശുദ്ധ കുർബാനയിലൂടെ താൻ ആരാണെന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ട മാത്രം കൃപ ദൈവം ഈ മകന് നൽകി. അത് കർത്താവിൻ്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കുചേരുക, പരിശുദ്ധ കുർബാന അർപ്പിക്കുക, കുർബാനയായി മാറുക എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ മകൻ സമ്പാദിക്കുകയാണ്. ദൈവം അതിന് മുദ്രകുത്തി അനുഗ്രഹിച്ചു. ഇന്ന് സഭയിൽ കശീശയാകുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുന്നുവെന്ന് മെത്രാപ്പോലീത്ത ഈ മകനോട് കൽപ്പിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ കർത്താവിനായി സഭയ്ക്കായി ഈ തിരുപ്പട്ടം നൽകി അവൻ്റെ ശുശ്രൂഷയായി നിയോഗിക്കുമ്പോൾ ഈ മകൻ ഈ ലോകത്തിൽ നേടിയത് പലതും ഒന്നുമല്ല എന്നും കർത്താവിന് നേടുന്നത് മാത്രമേ ശാശ്വതമായി ഉള്ളൂ എന്നും അദ്ദേഹം തിരിച്ചറിയുന്നു. പ്ലേറ്റോ ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ, ഈ ലോകത്തിന് തന്നെ വലിയ മാതൃകയായിരിക്കുന്ന, തന്നെ തന്നെ തിരിച്ചറിയാൻ പഠിപ്പിച്ച ഒരു തത്വശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിൻ്റെ സ്കൂളിൻ്റെ മുമ്പിൽ എഴുതിയിരിക്കുന്ന ഇന്നത്തെ രീതിയിലുള്ള ഫലകങ്ങളല്ല. ഇന്ന് വളരെ മനോഹരമായ രീതിയിലുള്ള പേരുകൾ കൊടുത്ത് നമ്മൾ പലതിനെയും വിളിക്കും. അവിടെ എഴുതി വച്ചിരുന്നത് നോ ദൈ സെൽഫ്, നിന്നെ തന്നെ അറിയുക, തന്നെ തന്നെ അറിഞ്ഞു വേണം മുന്നോട്ട് പോകാൻ. മനുഷ്യനും മനുഷ്യൻ്റെ അസ്തിത്വവും എന്താണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഏതൊരു കാര്യത്തിനും ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമുള്ളത്. അങ്ങനെ തിരിച്ചറിഞ്ഞാണ് ഈ മകൻ കർത്താവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക്, ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് ഞാനിവിടെ ആയിരിക്കാൻ കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി എന്നെ പ്രേരിപ്പിച്ചതുകൊണ്ടാണ്. ആദ്യമായി സലേഷ്യൻ സഭയുമായി എനിക്കൊരു ബന്ധമുണ്ടാകുന്നത് നേരിട്ട് അച്ഛന്മാരോടുള്ള ബന്ധമല്ല. പുത്തൂർ ഭദ്രാസനത്തിൽ നിന്ന് ഒരു മകൻ ഈ സലേഷ്യൻ സമൂഹത്തിൽ വൈദികനാകാൻ വേണ്ടി പഠിച്ച് അവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മകന് മലങ്കര സഭയിൽ ശുശ്രൂഷ ചെയ്യണമെന്നൊരാഗ്രഹവും, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പുത്തൂർ ഭദ്രാസനത്തിൽ അച്ഛന്മാരില്ലാത്തതുകൊണ്ട് പ്രൊവിൻഷ്യൽ അച്ഛനോട് ചോദിച്ചാൽ ഇതിനെന്തെങ്കിലും മാർഗമുണ്ടോ? അങ്ങനെയാണ് അത് അവ ചോദിക്കുന്നത്. ഇത്രയും ഔദാര്യമായി ഹൃദയം തുറഞ്ഞ് എല്ലാം പഠനങ്ങളും പൂർത്തിയാക്കി പട്ടം കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുത്തൂർ ഭദ്രാസനത്തിലേക്ക് ഈ മകനെ ദൈവത്തിൻ്റെ ദാനമായി നൽകിയത് ഓർത്ത് അന്ന് ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ പത്തനംതിട്ട ഉപതിയിൽ നിന്നും ഒരു മകൻ സലേഷ്യൻ സമൂഹത്തിൽ ഒരു വൈദികനായി മാറുന്നു. അദ്ദേഹം തൻ്റെ ശമാശ ശുശ്രൂഷ നടത്തിയത് ബാംഗ്ലൂരിലെ 800 എന്ന് പറയുന്ന ദേവാലയത്തിലാണ്. ഒരു ശമാശനായി തന്നെ ഒരു വൈദികൻ ചെയ്യാവുന്ന എല്ലാ ശുശ്രൂഷകളും നോക്കിക്കണ്ട് വേണ്ടതുപോലെ ചെയ്യുന്ന, എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നല്ല ശമാശനായി പല പ്രാവശ്യം അദ്ദേഹവുമായിട്ട് ഇടപെടുവാനുള്ള ഒരു കൃപ എനിക്ക് ലഭിച്ചു. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത്. തിരുവചനം പറയുന്നു, ഈജിപ്തിൽ നിന്ന് എൻ്റെ പുത്രനെ ഞാൻ തിരഞ്ഞെടുത്തു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തതുപോലെ ഊട്ടുപാറയിൽ നിന്നും ദൈവത്തിൻ്റെയും ജനത്തിൻ്റെയും ശുശ്രൂഷയ്ക്കായി എബിൻ എന്ന മകനെ കർത്താവ് തിരഞ്ഞെടുത്ത് ഇന്ന് മുദ്ര വെച്ച് അയക്കുകയാണ്. ഊട്ടുപാറ
ഊട്ടുനേർച്ച ഇവിടേക്കുണ്ട്. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുവാൻ പറ്റുന്ന, ഇവിടെ കൊടുത്തിട്ടുണ്ടോ എനിക്കറിയത്തില്ല, പേരുകൾ എങ്ങനെയാണ് വന്നതെന്ന് അറിയത്തില്ല. ഈ ഊട്ടുപാറയിൽ നിന്ന്, കന്നഡയിൽ ഊട്ട എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ്, ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. തൻ്റെ ഭവനത്തിലുള്ളവർ കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച ദാസൻ ഊട്ടുപാറയിൽ നിന്ന് വചനത്തിൻ്റെ ഊട്ട് കൊടുക്കാൻ, ദൈവസാന്നിധ്യത്തിൻ്റെ ഊട്ട് കൊടുക്കാൻ, അജപാലനപരമായിട്ടുള്ള ദൗത്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് വിശദീകരിക്കുന്നതിൻ്റെ ഊട്ട് കൊടുക്കുവാൻ, നയിക്കുന്നതിൻ്റെ ഊട്ട് കൊടുക്കുവാൻ, അതുപോലെ പഠിപ്പിച്ച് അവരെ പ്രബുദ്ധരാക്കുന്നതിൻ്റെ ഊട്ട് കൊടുക്കുവാൻ വേണ്ടി ഈ മകൻ ഇന്ന് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ട്. വൈദികനും വൈദികൻ്റെ ശുശ്രൂഷയും എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. നമ്മുടെ കർത്താവ് തൻ്റെ 12 പേരെ വിളിച്ചു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും അയക്കുന്നതിനും സുവിശേഷം പ്രഘോഷിക്കുന്നതിനും രോഗികളെ സഹപ്പെടുത്തുന്നതിനും വേണ്ടി അവൻ തൻ്റെ 12 പേരെ തിരഞ്ഞെടുത്തു എന്ന് നമുക്കറിയാം. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് അയക്കുന്നത് പോലെ, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ അയക്കുന്നുവെന്ന് അവരെ പറഞ്ഞ് ശക്തിപ്പെടുത്തി അനുഗ്രഹിച്ചു. ആ മാതൃകയിൽ ഇന്ന് പത്തനംതിട്ട ഭദ്രാസനത്തിൻ്റെ ഈ ഊട്ടുപാറ ഇടവകയിൽ നിന്നും ഈ മകനെ വിളിച്ച് അഭിഷേകം ചെയ്ത് തൻ്റെ ശിഷ്യന്മാരെ അയച്ചതുപോലെ നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുക, ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേലുണ്ട്, അത് എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് എൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും വേണ്ടി അയക്കുന്നുവെന്ന് പറഞ്ഞ് ഈ മകനെ ഇന്ന് അനുഗ്രഹിക്കുകയാണ്. പൗരോഹിത്യവും പൗരോഹിത്യ ശുശ്രൂഷയും കർത്താവിൻ്റെ പൗരോഹിത്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്ന ആ വലിയ ദൈവിക കൃപ, ഒരു സത്താപരമായ മാറ്റത്തിലൂടെ സാധാരണ മനുഷ്യനായിരുന്ന ഈ എബിൻ ഫാദർ എബിനായി മാറുകയാണ്. അതിന് കാരണം ഇത് എങ്ങനെ അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ മേൽ വരും. അപ്പോൾ ദൈവമായിരുന്നവൻ മനുഷ്യനായി പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ടതുപോലെ ദൈവപുത്രൻ അവിടെ അവതരിച്ചതുപോലെ അലമാരയിലിരിക്കുന്ന ഓസ്തിയും വീഞ്ഞും കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്നതുപോലെ ഒരു സത്താപരമായ മാറ്റത്തിലൂടെ ഈ മകൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മധ്യവർത്തിയായി ഒരു പകരമായി മാറുകയാണ്. ദൈവത്തിൻ്റെ ഒരു പകരമായി ഈ മകൻ മാറാൻ പോകുന്നു. ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ആവസിക്കുന്നത് വഴിയായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവൻ്റെ മേൽ ആവസിക്കുന്നത് വഴിയായിട്ട് ഈ സത്താപരമായ മാറ്റം വരുമ്പോൾ അവന് ദൈവത്തിൻ്റെ നാമത്തിൽ പറയുവാൻ, വിശദീകരിക്കുവാൻ, പഠിപ്പിക്കുവാൻ, നയിക്കുവാൻ സാധിക്കുന്നു. അത് സഭയിൽ അവൻ ചെയ്യുന്നു. ധന്യന്മാർ ഇവാനിയോസ് തിരുമേനി നമ്മളെ പഠിച്ചതുപോലെ ദൈവത്തിൻ്റെ ഉപകരണമായി ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി നിലകൊള്ളുവാൻ ഈ മകൻ സജ്ജനാക്കപ്പെടുന്നു. കുഞ്ഞുണ്ണി മാഷ് വൈദികനാകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ട്. മലയാളം പഠിച്ച, കവിതകൾ പഠിച്ചിട്ടുള്ള നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അതിൻ്റെ വ്യാഖ്യാനം അറിയാമായിരിക്കും. എന്നാൽ അത് കേട്ട നാൾ മുതൽ എന്നെ ഒത്തിരി അത് ആകർഷിച്ചിട്ടുണ്ട്. ആരാണ് വൈദികൻ, എങ്ങനെയാണ് വൈദികനാകുന്നത്? പാതി തിരിഞ്ഞാൽ പോരാ, പാതിയിൽ നിന്നും തിരിയണം. പോരാ പോരാ, പാതിരിയാകണമെങ്കിൽ തിരിയായി കത്തിയെരിയണം എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിധിച്ച് തൻ്റെ കുരിശുമെടുത്ത് അവൻ്റെ പിന്നാലെ ചെല്ലാൻ നമ്മളെ ആഹ്വാനം ചെയ്ത കർത്താവിൻ്റെ മാതൃകയിൽ
ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ ഫലം പുറപ്പെടുവിക്കും. ഞാൻ സെമിനാരിലായിരുന്നപ്പോൾ വൈദിക വിദ്യാർത്ഥികളോട് പറയുന്ന ഒരു വാക്കുണ്ട്, ദ മോർ യു ഡിനൈ ദ മോർ യു ബിക്കം എ പ്രീസ്റ്റ്. സ്വയം ആര് കർത്താവിന് വേണ്ടിയും തന്നെ ഏൽപ്പിക്കുന്ന ദൗത്യത്തിന് വേണ്ടി ഇല്ലാതാകുന്നുവോ അവനിലാണ് ഈ ശുശ്രൂഷ പൗരോഹിത്യം പൂർണ്ണമായി ദൃഷ്ടാന്തകരിക്കപ്പെടുന്നത്, രൂപപ്പെടുന്നത്, മറ്റുള്ളവർക്ക് മാതൃകയായി മാറുന്നത്. ദൈവം വിളിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. ദൈവത്തിൻ്റെ വിളി പല രീതിയിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ചെല്ലുന്നു. അത് വൈദിക ജീവിതമാകാം, സന്യാസിനി ജീവിതമാകാം. അപ്പോൾ ദൈവം വിളിച്ചു. കുഞ്ഞുണ്ണി മാഷ് പറയുകയാണ്, പല സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും ഇങ്ങനെ ഒരു ചെറിയ തിരിവ് മാത്രം പോരാ. ദൈവം വിളിച്ചു എന്ന് പറഞ്ഞു പോയാൽ പോരാ, പാതിയിൽ നിന്നും തിരിയണം. പാതി തിരിഞ്ഞാൽ പോരാ, പാതിയിൽ നിന്നും തിരിയണം. പാതി എന്ന് പറയുന്നത് കുടുംബത്തെക്കുറിച്ച്, സ്ത്രീ പുരുഷനെ കുറിച്ചുള്ള സങ്കല്പമാണ് ഗ്രീക്ക് മിത്തോളജിയിൽ. ആദ്യം മനുഷ്യൻ സ്ത്രീയും പുരുഷനും ഓരോ അവസ്ഥയിലായിരുന്നു. കാലാന്തരത്തിൽ ഈ പാതി പതിയും പത്നിയുമായി മാറുകയാണ്, ഒരു കുടുംബമായി മാറുകയാണ്. കുടുംബത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മാറണം. എന്നാലേ ഒരുവൻ ദൈവം വിളിച്ചു എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, പൂർണ്ണമായി അതിൽ നിന്നും മാറുമ്പോൾ അതും പോരാ എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത്. പാതിരിയാകണമെങ്കിൽ തിരിയായി കത്തിയെരിയണം. മറ്റുള്ളവർക്ക് വേണ്ടി കത്തിയെരിയുന്നതാണ് വൈദിക ജീവിതം. അത് സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ്, അത് സേവനത്തിൻ്റെ ശുശ്രൂഷയാണ്. നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും ശുശ്രൂഷകൾ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുപോരാ, മോർ ടു ലവ് ആൻഡ് മോർ ടു സെർവ്. കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ ശുശ്രൂഷ ചെയ്യാനും വേണ്ടി ഈ മകൻ ഇന്ന് വിളിക്കപ്പെടുമ്പോൾ അതിന് തന്നെ പൂർണ്ണമായി സജ്ജമാക്കിയവൻ, തിരിച്ചറിഞ്ഞവൻ, താൻ ആരാണെന്നും ആർക്കു വേണ്ടിയാണെന്നും തിരിച്ചറിഞ്ഞ ഈ മകൻ ഇന്ന് തൻ്റെ ശിരസ് ഈ അൾത്താരയിൽ കുനിച്ച് ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ആത്മാവിൻ്റെ ശക്തിക്കായി, അഭിഷേകത്തിനായി തല ഉനച്ചു നിൽക്കുമ്പോൾ ഒരു പൂർണ്ണമായ തിരിച്ചറിവിൻ്റെ ആ വലിയ കൃപ ഈ മകനിലുണ്ട്. അതിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുന്നു. ഈ പരിശുദ്ധ കത്തോലിക്ക സഭ ആകമാനമായും ഈ പത്തനംതിട്ട രൂപതയും ഈ ഊട്ടുപാറ ഇടവകയും എബിൻ ഷമ്മാശൻ്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും പ്രത്യേകമായും അതിലുപരിയായി സലേഷ്യൻ സന്യാസ സഭയും സന്തോഷിക്കുമ്പോൾ ഇതിൽ കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് എൻ്റെ ഹൃദയത്തിനൊത്തവണ്ണം ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ എനിക്ക് വേണ്ടി ഒരു പകരമായി ഈ മകനായിരിക്കുന്നുവെന്ന് സ്വർഗത്തിലുണ്ടാകുന്ന സന്തോഷമാണ്. പ്രിയ സഹോദരങ്ങളെ, ഓരോ വൈദികൻ്റെയും സാന്നിധ്യം ഒരു പകരമാണ്. ബോബി അച്ഛൻ പറയും ഒരു പകർച്ചയാണെന്ന് പറയും. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പകർച്ചകളായി, പകരങ്ങളായി ഈ സമൂഹത്തിൽ, സഭയിൽ, നാം ആയിരിക്കുന്ന വേദികളിൽ ആയിത്തീരുമ്പോഴാണ് ദൈവം നമ്മളിലൂടെ ദൈവത്തിൻ്റെ ഉപകരണങ്ങളായി ആഗ്രഹിക്കുന്നത് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ഈ മകന് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ വിവിധമായ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ദൈവജനത്തെ വിശുദ്ധീകരിച്ച് വചനവർഷത്തിൽ വചനം പറഞ്ഞു കൊടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് 2025 ജൂബിലി വർഷമായി സഭ ആഘോഷിക്കുമ്പോൾ, കർത്താവിൻ്റെ ജനനത്തിൻ്റെ 2025 വർഷത്തിൻ്റെ ആ വലിയ അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ പിറന്നതുപോലെ ഈ വൈദികൻ്റെ ശുശ്രൂഷയിലൂടെ പ്രത്യേകമായി ദൈവത്തിൻ്റെ ആ സാന്നിധ്യം ദൈവജനത്തിൻ്റെ ശുഷ്കമായിരിക്കുന്ന മനസ്സുകളിൽ തിരുവചനം കൊടുത്തുകൊണ്ട്, കൂദാശാനുഷ്ഠാനങ്ങളുടെ ദൈവിക സാന്നിധ്യത്തെ നൽകിക്കൊണ്ട്, കൃപ നൽകിക്കൊണ്ട്, വേദനിക്കുന്നവർക്ക് സ്വാതന്ത്ര്യമായി നിന്നുകൊണ്ട് അജപാലന ശുശ്രൂഷയിലൂടെ പല വേദികളിൽ നിറഞ്ഞു നിൽക്കുവാൻ ഈ മകന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവം കൊടുത്ത ഈ വലിയ അനുഗ്രഹത്തെ നിരന്തരം ഉടഞ്ഞു പോകുന്ന മൺപാത്രത്തിൽ നൽകുന്ന ഈ കൃപ ഒരിക്കലും നശിച്ചു പോകാതെ കവിഞ്ഞൊഴുകിക്കൊണ്ട് നിരന്തരം ദൈവത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും ശുശ്രൂഷയ്ക്കായി ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഈ മകനിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ഇവിടെ ആയിരിക്കും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം.
ഈ മകൻ്റെ മനസ്സിനോട് ചേർന്ന്, ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേരുന്ന ഒരു ഹൃദയമായി ദൈവം തിരഞ്ഞെടുത്ത ഈ മനസ്സിനോട് ചേർന്ന് നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ഈ മകനെ തൻ്റെ ഈ ശുശ്രൂഷയിൽ അകമ്പടി സേവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ പുണ്യപിതാവ് ധന്യന്മാർ ഇവാനിയോസ് തിരുമേനി നമ്മളോട് പറയുന്നത് അതാണ്. നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന ഒരുക്കിയിരിക്കുന്ന ഈ ജീവിതം നയിച്ച് ദൈവത്തെ സ്നേഹിക്കാനും ദൈവതിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ഈ മകനും നമുക്കും ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.